ഹായ്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ ഓഫ് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ ഡീൽ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്താ പ്രോബ്ലം, എന്തൊക്കെ മെത്തേഡ്സിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്ട്രാറ്റജീസുകളുണ്ട്, എന്തൊക്കെ അപ്രോച്ചുകളുണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക്സുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ കമ്പ്യൂട്ടർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സ്വന്തമായി ഇരുന്ന് തിങ്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതിനോട് പറഞ്ഞ രീതിയിൽ അത് ചെയ്ത് തീർക്കുകയാണ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് വിളിക്കുക. ഒരു കമ്പ്യൂട്ടറിൽ പലതരം കോമ്പോണൻസുകൾ ഉണ്ടാവും. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന അല്ലെങ്കിൽ ടാൻജിബിൾ ആയിട്ടുള്ള കോമ്പോണൻസ് നമുക്ക് ഹാർഡ്വെയർ എന്ന് വിളിക്കും. ഒരു ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞ് മെഷീനോട് ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംഭവത്തിനെ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഏത് പ്രോഗ്രാം എടുക്കുകയാണെങ്കിലും അതിന് 3 കാര്യങ്ങളുണ്ട്: ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണോ പോണത് ആ പ്രോസസ്സിന് സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഷ് വേണമല്ലേ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ആണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ഡാറ്റയാണോ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് വിളിക്കുക. ഇനീഷ്യലി അത് ഇല്ലാണ്ട് നമുക്കൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇനീഷ്യലി ഒരു സ്റ്റാർട്ടിങ് എന്തായാലും ഉണ്ടാവണം. സോ ഇൻപുട്ട് ഷുഡ് ബി ദെയർ. അത് നമുക്ക് ടൈപ്പിംഗ് ഫോമാറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാർകോഡ് സ്കാൻ ചെയ്തിട്ടായിരിക്കും, നമുക്കറിയില്ല. പല രീതിക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. സോ ആ ഇൻപുട്ടിൽ നിന്ന് അതിനുശേഷം കുറച്ച് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നിങ്ങൾക്ക് പേര് തന്നെ അറിയാൻ പറ്റും. ഇറ്റ്സ് അബൌട്ട് ഒരു പ്രോസസ്സ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തോ ചെയ്തു ഒരു ടാസ്ക് അച്ചീവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രോസസ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ചായ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സായിട്ട് പറയാം, വണ്ടി ഓടിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്ക് പോകുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പെട്രോൾ അടിച്ചാലേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ അല്ലേ. അതേപോലെ എല്ലാത്തിനും ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ 3 കോൺസെപ്റ്റ്സിൽ തന്നെയാണ് എല്ലാ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാണ്ട് ഇരിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ IPO, ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഇതിലൂടെയാണ് ഫുൾ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ റിയൽ വേൾഡ് ആയിട്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് വേണേൽ എടുക്കാം. നിങ്ങൾ എന്നും യൂസ് ചെയ്യുന്ന, നിങ്ങൾ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസിലെടുക്കാം. ഇപ്പോൾ കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ 5ഉം 3ഉം 5+3 എന്ന് പറയുമ്പോൾ 8 കറക്റ്റായിട്ട് കിട്ടുന്നത് എന്തുകൊണ്ട്? അതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് 5ഉം 3ഉം കൊടുക്കുന്നുണ്ട്. അതിലുണ്ടാകുന്ന പ്രോസസ്സ് എന്താ? അഡീഷൻ ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്താ? 8 ആണ്. സോ അങ്ങനെ എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകൾക്കും അതിനുള്ളിൽ ഒരു ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്, ഒരു പ്രോസസ്സും ഉണ്ട്. സോ അതിലൂടെയാണ് നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുന്നത്. ഇത് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഇതാണ് ഏറ്റവും ബേസിക്സ് ഓഫ് എല്ലാത്തിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു പുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയൊരു സംഭവം പഠിക്കുകയാണ്. നമ്മൾ കമ്പ്യൂട്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. മിഷന് മനസ്സിലാവുന്ന ആ ഒരു ഭാഷ എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമാണ്. 0 എന്ന് പറഞ്ഞാൽ ഓഫ്, 1 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓൺ. ഓക്കെ. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന പോലെ ഒരു കോൺസെപ്റ്റാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മിഷൻ അറിയാത്തൊരു ഭാഷയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിച്ച് മനസ്സിലാക്കി അതിനെ അതുപോലെ ചെയ്യുമ്പോഴാണ് അത് പ്രോഗ്രാമിംഗ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ ആയിട്ടൊന്ന് മിഷന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇൻഡൂസിയാസം ഈ ഒരു സബ്ജക്റ്റോട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ലാംഗ്വേജ് നമ്മൾ തന്നെ പഠിച്ച് നമ്മളത് മിഷനോട് ചെയ്ത് നമ്മളൊരു ആൻസർ കിട്ടിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളാണ് പകുതി മുക്കാൽ ചെയ്യുന്നത്. മിഷൻ ഇത് മനസ്സിലാക്കുന്നൊന്നുമില്ല. മിഷൻ നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നേ ഉള്ളൂ. സ്വന്തമായി തിങ്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത്. അത് മനസ്സിലാക്കുക. സോ പൈത്തൺ പറയുന്ന ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുന്ന ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈ ലെവൽ ലാംഗ്വേജ് വിച്ച് ഈസ് റിട്ടൺ ബൈ ഹ്യൂമൻ ബീങ്സ് ഓൺലി. അപ്പോൾ മിഷൻ അറിയുന്ന ഭാഷ 1ഉം 0 ആണ്. സോ അത്രയും പാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മനസ്സിലാക്കാനുള്ള ഭാഷ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. നമ്മളിപ്പോൾ ചെറിയ കുട്ടിയിൽ നമുക്ക് എല്ലാ ലാംഗ്വേജുകളും ഒന്നും അറിയില്ല. നമ്മൾ പിന്നെ മെല്ലെ ഇംഗ്ലീഷ് മനസ്സിലാക്കി മലയാളം മനസ്സിലാക്കിയിട്ടൊക്കെ വരുന്നത്. അതേപോലെ തന്നെയാണ്. സോ ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. സോ ഇതാണ് ഏറ്റവും ബേസിക്സ്. താങ്ക് യു.